2 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരാൾ തികഞ്ഞ മദ്യപാനി. ജോലിയൊക്കെ ഉണ്ടെങ്കിലും എന്നും മൂക്കറ്റം കുടിച്ച് വീട്ടിൽ വന്ന് ഭാര്യയെയും മക്കളെയും ഉപദ്രവിക്കുകയും അസഭ്യം പറയുകയും ചെയ്യും. അയാൾ മൂലം അവരുടെ കുടുംബജീവിതം നരകതുല്യമായി തീർന്നു. രണ്ടാമത്തെയാൾ നല്ലൊരു ബിസിനസ്സുകാരൻ, അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നയാൾ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചു പറ്റിയിരുന്നു. ഒരേ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച് ഒരേ സാഹചര്യത്തിൽ വളർന്ന ഇവരുടെ 2 പേരുടെയും സ്വഭാവത്തിലെ വൈരുദ്ധ്യം കണ്ട് ഇവരുടെ പരിചയക്കാരനായ ഒരു പത്രപ്രവർത്തകൻ ആദ്യത്തെ ആളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഞാൻ കണ്ടത് മദ്യപിച്ച് വീട്ടിൽ വരുന്ന എൻ്റെ അച്ഛനെയാണ്. ഞങ്ങൾ മക്കളെയും അമ്മയെയും ഒക്കെ അച്ഛൻ സ്ഥിരമായി ഉപദ്രവിക്കുമായിരുന്നു. അച്ഛൻ്റെ മദ്യപാനം കണ്ട് വളർന്ന ഞാനും മദ്യം രുചിച്ച് ക്രമേണ മദ്യത്തിനടിമയായി. പത്രപ്രവർത്തകൻ രണ്ടാമനോടും ഇതേ കാര്യം ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ദിവസേന മദ്യപിച്ച് വീട്ടിൽ വന്ന് എന്നെയും എൻ്റെ സഹോദരനെയും എൻ്റെ അമ്മയെയും ഉപദ്രവിച്ചിരുന്ന അച്ഛനെയാണ് എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഞാൻ കണ്ടിരുന്നത്. മദ്യപാനം വരുത്തുന്ന വിപത്തുകൾ എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മദ്യം കഴിക്കില്ലെന്നും മറ്റുള്ളവരുടെ ജീവിതം നരകതുല്യമാക്കില്ലെന്നും എന്നെക്കൊണ്ടാവും വിധം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമെന്നും ഞാൻ തീരുമാനമെടുത്തിരുന്നു. ഈ 2 സഹോദരങ്ങൾക്കും അവരുടെ ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ പ്രേരകമായത് അവരുടെ അച്ഛൻ്റെ സ്വഭാവ രീതികളായിരുന്നു. ഒരാൾ അതിൻ്റെ മോശമായ വശം പിന്തുടർന്നപ്പോൾ മറ്റേയാൾ അതിൽ നിന്നും ഒരു ഗുണപാഠം ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികളാണ് നമ്മെ നാമാക്കി മാറ്റുന്നത്. നന്മയുടെ വഴി തിരഞ്ഞെടുക്കുന്നവർ സമൂഹത്തിന് മുഴുവൻ വെളിച്ചമാകും. തിന്മയുടെ വഴി സ്വീകരിക്കുന്നവർ അന്ധകാരത്തിലേക്ക് പതിക്കും. ഹൃദയ നൈർമല്യമുള്ളവർക്കേ നന്മയുടെ വഴി തിരഞ്ഞെടുക്കാനാവൂ.